നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് എൻ ജ്വല്ലറിയുടെ MD ഡേവിഡ് എന്ന് തന്റെ ഒരു ഫ്രണ്ടായ കുര്യച്ചനോട് പറഞ്ഞു, കുര്യച്ചോ, ആദർശ് ഇവിടെ നിന്ന് നല്ല അപ്സെറ്റ് ആയിട്ടാ പോയിരിക്കുന്നേ. അവന് ഇത്ര ഒരടി കിട്ടാനില്ലെന്ന് പറഞ്ഞു. ഇത്രയും കാലം മൂർത്തി ജ്വല്ലറി അല്ലേ എവിടെ ഡീൽ ഉറപ്പിക്കാൻ പോയാലും അതെല്ലാം കീഴടക്കിക്കൊണ്ടിരുന്നേ. ഇത് കേട്ടപ്പോ കുര്യച്ചൻ പറഞ്ഞു, അത് ശരിയാ, അവർക്ക് ഒരിടത്തും പിഴച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് അവർക്ക് പിഴച്ചെന്ന് പറയാണ്. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, എല്ലാ തവണയും അവരങ്ങനെ വിജയിച്ചു നിന്നിട്ട് കാര്യമില്ലോ. ദുബായില് അവരിപ്പോ തകർന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പാണ്ട് പതുക്കെ കേരളത്തിലും അവരുടെ തകർച്ച ഉറപ്പാക്കാൻ പോവാ ഞാന്. ഇനിയിപ്പം മൂർത്തി ജ്വല്ലറിക്കെതിരായിട്ട് ഏൺ ജ്വല്ലറി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നേ. അതായിരിക്കും ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ടേക്ക് പോയിട്ട് അയാൾ മനസ്സിൽ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നാഗേന്ദ്ര സാറിനെ വിളിക്കണം, വിളിച്ച് ഈ സന്തോഷ വാർത്തയൊക്കെ അറിയിക്കണം. ഇതേ സമയത്ത് ആദർശ് താഴെ പാർക്കിങ്ങിന്റെ അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി എടുക്കണമെന്ന് പറയാണ്. അയ്യോ സാർ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് തിരികെ പോകണമെന്ന് ചോദിച്ചു. തന്നോട് വണ്ടി എടുക്കാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. പെട്ടെന്ന് അയാൾ കാർ എടുത്തു. അങ്ങനെ ആദർശ് നേരെ റൂമിലേക്ക് വരുവാണ്. ആദർശ് വന്നിട്ട് ആദർശിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. തനിക്ക് എവിടെയാണ് പിഴച്ചത്, എന്താ സംഭവിച്ചേ? 11 മണി വരെ താൻ കിടന്നുറങ്ങണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. പിന്നീട് ഇങ്ങനെ ആദർശിരുന്ന് ആലോചിച്ചു. ഒടുവിൽ ആദർശ് ആ സത്യത്തിലേക്ക് എത്തിച്ചേരുവാണ്. തനിക്ക് ഇന്നലെ ജ്യൂസ് കൊണ്ട് തന്നത്, ആ ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് താനിങ്ങനെ ഉറങ്ങിപ്പോയത്. ആ ജ്യൂസിന്റെ കുറച്ചവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദർശ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഒരു കോള് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയുടെ മുംബൈയിലെ മാനേജർ അല്ലേന്ന് ചോദിച്ചു. അതെ അതെ, ഇത് മൂർത്തി ജ്വല്ലറിയുടെ MD ആദർശ്. എന്താ സാർ ഇങ്ങനെ? ഇത്ര വളരെ പ്രധാനമായിട്ടൊരു ഡീല് കൈകാര്യം ചെയ്യുന്ന സമയത്ത് കൃത്യസമയത്തൊക്കെ എത്തണ്ടേ? അല്ലാതെ സാർ ഇങ്ങനെ ഇത്ര ഇത് ഇങ്ങനെ കാണിക്കുവോ? അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശന് ആ പടം വല്ലാത്തൊരു ടെൻഷനായി. ആദർശ് പറഞ്ഞു, അതെ ഒരു ചതി പറ്റിയോന്നൊരു സംശയമുണ്ട്. അല്ല നിങ്ങളുടെ കമ്പനിയുടെ PRO അല്ലേ ഗ്രീന? ഗ്രീനയോ? അതാരാ സാർ? ഞങ്ങൾക്ക് അങ്ങനെ ഗ്രീന എന്ന് പറയുന്ന പേരുള്ള ഒരു PRO ഇല്ലെന്ന് പറയണ. ഞങ്ങളുടെ PRO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണല്ല, അതൊരാണാണ്, സ്വരാജ് പട്ടേലാണ്, ഡൽഹിക്കാരനാന്ന് പറഞ്ഞു. അപ്പൊ ഗ്രീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ കമ്പനിയിലില്ലേ? ഇല്ല സാറെന്ന് പറയണ. എന്ത് പറ്റി സാറെന്ന് ചോദിച്ചു. ഇത് കേട്ടിഞ്ഞപ്പോ ആദർശിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആദർശിന് മനസ്സിലായി തനിക്ക് കളി കിട്ടിയെന്നുള്ള കാര്യം. അപ്പൊ ചോദിച്ചു, അല്ല നിങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നോ PRO എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്? അത് ഹോട്ടലിലെ ആൾക്കാർ അവര് തന്നെയാണ് നോക്കണേന്ന് പറയണ. അതും കൂടെ കേട്ടിഞ്ഞ് പിന്നെ ആദർശിന് ഏകദേശം രൂപം പിടികിട്ടി. ആദർശ് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. റിസപ്ഷനിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, അല്ല ഇന്നലെ ഇവിടെ PRO എന്ന് വല്ല ഗ്രീന എന്ന് പറയുന്നൊരു പെൺകുട്ടി എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ല ആ പെൺകുട്ടി ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അല്ല അവര് വെക്കേറ്റ് ചെയ്ത് പോയല്ലോ എന്ന് പറഞ്ഞ് പറയണ്. വെക്കേറ്റ് ചെയ്ത് പോയോ? അതെ രാവിലെ റൂം വെക്കേറ്റ് ചെയ്ത് പോയെന്ന് പറഞ്ഞു. അല്ല അവര് നിങ്ങളാണോ ഏർപ്പാടാക്കിയത്? അല്ല ജ്വല്ലറിയുടെ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് അങ്ങനെ പറഞ്ഞ റൂം എടുത്തേന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അവര് വെക്കേറ്റ് ചെയ്ത് പോയി സാറെന്ന് പറയണം. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, ഇന്നലെ ഇവിടെ നിന്ന് ജ്യൂസിനകത്ത് അവരെനിക്ക് ഉറങ്ങാനുള്ള എന്തോ ഒരു പൊടി കലർത്തി തന്നിട്ടുണ്ടായിരുന്നു. അത് കുടിച്ചു കഴിഞ്ഞ് ഞാൻ രാവിലെ 11 മണി വരെ കിടന്ന് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അയ്യോ സാർ, ഇവിടുന്ന് അങ്ങനെ ആർക്കും ഒരു അബദ്ധം പറ്റില്ല. ഇവിടുന്ന് അങ്ങനെ ജ്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നും ഇവിടെ ഉള്ളവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം ആദർശിന് മനസ്സിലായി തന്റെ പിന്നീട് ആരോ വ്യക്തമായിട്ട് കളിക്കുന്നുണ്ട്. അല്ല ഇവിടെ വേറെ ഏതെങ്കിലും ജ്വല്ലറിക്കാർ താമസിക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല സാറ് മാത്രം ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഉള്ളെന്ന് പറയണം. ഓഹോ, അപ്പൊ വളരെ വ്യക്തമായി ഒരു കാര്യം. മുത്തശ്ശൻ പറഞ്ഞ പോലെ തന്റെ പിന്നിൽ ഒരു ശത്രു തന്നെ പിന്തുടരുന്നുണ്ട്. അയാളാണ് ഇതിനെല്ലാം പിന്നില്. തന്റെ ജ്യൂസിനകത്ത് മയക്കുമരുന്ന് കലർത്തി തരാനായിട്ട് ജീനയെ നിയോഗിച്ച അയാളായിരിക്കണം. അങ്ങനെ ഒരു കാര്യം കൂടെ ഏകദേശ രൂപമൊക്കെ ആദർശിന് മനസ്സിലായി. ഇതേ സമയത്ത് അനന്തപുരിയില് നയന വല്ലാത്ത ടെൻഷനിലാണ്. നയന ദേവേനോട് പറഞ്ഞു, അമ്മേ ഇതുവരെയായിട്ടും ആദർശേട്ടൻ വിളിച്ചില്ലോ. അവൻ വിളിക്കും മോളെ, സമയമായി വരുന്നല്ലേ ഉള്ളൂ. എന്നാലും ഇത്ര സമയമൊക്കെ വിളിക്കാതിരുന്ന് ഇനിയിപ്പോൾ ആകെപ്പാടെ ഒരു ടെൻഷൻ എന്ന് പറയണം. മോൾ ഇനി അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പോഴേക്കും കനക വന്നിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇതേ തീറ്റയും കൂടെയൊന്നും ഇല്ലാതിരുന്ന് എങ്ങനെ ശരിയാവുന്നേ? രണ്ടുപേരുമാണ് നേരെ ചൊവ്വേ ആഹാരം പോലും കഴിക്കണില്ല. ആദർശ് വിളിച്ചോളും, അവൻ എന്താണല്ലോ ആ ഡീല് കിട്ടും. പിന്നെ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, എന്താണെന്നറിയില്ല അമ്മേ, ആദർശന്റെ പോയപ്പം മുതൽ വല്ലാത്തൊരു ടെൻഷനാ. ദുബായിക്ക് പോയി കഴിഞ്ഞപ്പോൾ അറിയാലോ ഇതുപോലെയായിരുന്നു. വിളിക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ സംഭവ വികാസങ്ങളും ഉണ്ടായത്. അപ്പോഴേക്കും കനക പറഞ്ഞു, അല്ല അതുപോലെ അല്ലല്ലോ ഇത്. എന്നാലും ഇവിടെ ഒരുത്തനുണ്ടല്ലോ അബി എന്ന് പറയുന്നവരാ. അവനാണെങ്കിലോ ആദർശന്റെ ഭയങ്കര ശത്രുതയാ.
അവൻ ചിലപ്പോ ആദർശേട്ടനെ തോൽപ്പിക്കാൻ വേണ്ടി എന്തു കുതന്ത്രം കാണിക്കുന്നവനാ. അതൊക്കെ ഓർത്തിട്ട് നല്ല പേടിയുണ്ട്. അവൻ ഈ വീട്ടിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ദേവേനി പറഞ്ഞു, അവന്റെ കള്ളത്തരങ്ങളൊന്നും പൊളിക്കാൻ അറിയത്തില്ലാത്തോണ്ടല്ല, നവ്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തീരാവുന്നുള്ളൂ. കനക പറഞ്ഞു, അതെ ഞാനും പലപ്പോഴും വിചാരിച്ച, പക്ഷെങ്കിൽ നവ്യയുടെ സ്വഭാവം ഓർത്തിട്ടാ. വെട്ടൊന്നും മുറി രണ്ടെന്നൊരു സ്വഭാവം അവൾക്ക്. അവൾ എന്ത് ചെയ്യുന്ന അവൾക്ക് പോലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയെക്കുറിച്ചുള്ള, അബിയുടെ കുഞ്ഞാണ് ചന്തുമോണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ചിലപ്പം സ്വയം നോവിച്ചു കളയും. അല്ലെങ്കിൽ ഈ പറയുന്ന അബിയെയും അവന്റെ അമ്മയും തീർത്ത് കളയും. അങ്ങനത്തെ ഒരു സ്വഭാവം അവൾക്ക്. അതുകൊണ്ടാ പിന്നെ ഞാനാണെങ്കിലും ആ കാര്യങ്ങളൊന്നും പറയാത്തെ. അപ്പോഴേക്കും നയന പറഞ്ഞു, ഈ വീട്ടിൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ വകകളും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അത് ഉപയോഗിക്കാണ്ട് ഈ പറയുന്ന അബിക്കൊന്നും സാധിക്കുന്നില്ല. അബിക്ക് അതൊന്നും പോരാ. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, ചിലരങ്ങനെയാ മോളെ. ജലജയുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കി. ജലജയെ ദത്തെടുത്ത അച്ഛന്. പക്ഷെ അവളിവിടെ വന്നതിന് ശേഷം അവൾക്ക് നല്ല രീതിയിൽ ജീവിക്കായിരുന്നു. പക്ഷെ അവളുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വെച്ച് മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലര് അങ്ങനെ എത്ര പറഞ്ഞാലും അവരുടെ തലയ്ക്കിലേക്ക് കയറില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ കിടന്ന് അങ്ങനെ അവർ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിപ്പോണ്ടാന്നൊക്കെ പറയാണ്. അങ്ങനെ ഒടുവില് നയനയെ കനക സമാധാനിപ്പിച്ചു. മോള് ടെൻഷൻ അടിക്കാതിരിക്കുക, ഒരു കുഞ്ഞുള്ളല്ലേ വയറ്റില്, ആദർശം വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം അവന്തിക നാഗേന്ദ്രന്റെ അടുത്തേക്ക് വരുവാണ്. ആ സമയം നാഗേന്ദ്രൻ ചോദിച്ചു, മോളെ നീ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തേലും കഴിച്ചോന്ന് ചോദിക്കുക. എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല മുത്തശ്ശ, എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല അച്ഛാ, ഞാനൊരു ജ്യൂസ് മാത്രം കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അതെന്താ മോളെ? ഓ എന്താണെന്നറിയില്ല, എനിക്ക് ആകെപ്പാടെ ടെൻഷനായിരുന്നു പറഞ്ഞു. അതെ, ഇനിയിപ്പൊ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ സക്സസ് ആന്ന് പറയണേ. സക്സസ് ആണോ? അതെ മോളെ, ജ്വല്ലറി അമേരിക്കൻ കമ്പനിക്കാരുമായിട്ടുള്ള ആ ഡീൽ ഉറപ്പിച്ചു, അതും 5 വർഷത്തേക്കെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവന്തിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. സത്യമാണോ അച്ഛ പറയണേ? പിന്നല്ലാതെ. ആദർശ് അവിടെ എത്തിയില്ല കോൺഫറൻസ് കാളിലെ കൃത്യസമയത്ത്. അതുകൊണ്ട് നമ്മൾ ആ ഡീൽ ഉറപ്പിച്ചു. പിന്നെ ആ കുര്യൻസ് ജ്വല്ലറിക്ക് ഉണ്ടല്ലോ, പാരമ്പര്യമുള്ള ജ്വല്ലറിക്കാരൊക്കെ വേറെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല എന്ന് പറയണ. മോളെ ഞാൻ ചെറിയൊരു വാർത്ത കാണിച്ചു തരാന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ആ വാർത്ത കാണിച്ചു കൊടുക്കുകയാണ്. മൂർത്തിസ് ജ്വല്ലറിയുടെ ഷെയർ ഇടിഞ്ഞു എന്നുള്ളേ. ഇപ്പോഴാണ്ടേ വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ മൂർത്തിസ് ജ്വല്ലറിയുടെ ഷെയർ പിൻവലിച്ച് നേരെയാണ്ട് ജ്വല്ലറിയിലെ ഷെയറിലേക്ക് ചേർന്നിരിക്കുക. മൂർത്തിസ് ജ്വല്ലറി തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുക. മുംബൈയിൽ സംഭവിച്ച പോലെ തന്നെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ടപ്പോ അവധി പറഞ്ഞു, എന്റെ അച്ഛ, ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാണ്ട് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നറിയാവോ? ഇപ്പോഴാ എനിക്ക് സന്തോഷമായത്. അല്ല, ഇത് അനന്തപുരിയിലുള്ളവരൊക്കെ അറിഞ്ഞു കാണുമോ? മൂർത്തി പണ്ടേ അറിഞ്ഞു കാണുമായിരിക്കും, പിന്നെ ജയനും അജയനും ഒക്കെ അറിഞ്ഞു കാണും. ബാക്കി ഉള്ളവരുടെ അവസ്ഥ അറിയില്ല, പെണ്ണുങ്ങളൊക്കെ അറിഞ്ഞോ ഇല്ലെന്ന് അറിയത്തില്ല. എന്നാലും ഇതെങ്ങനെ സാധിച്ചാ? മോളെ, ഞാൻ ഗ്രീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അങ്ങോട്ട് വിലക്കെടുത്തു. എന്നിട്ട് അവള് വെച്ചിട്ട് കളി അങ്ങോട്ട് നടത്തി. ആദർശ് കോൺഫറൻസ് കാളിൽ ചെല്ലാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് PR ആയിട്ട് അവള് ചെന്നിട്ട് എന്ത് ചെയ്തു, ആദർശിന് കുടിക്കാനുള്ള ജ്യൂസില് ഉറക്കുകളെ കലർത്തി കൊടുത്തു. അതുകൊണ്ട് ആദർശ് നല്ല സുഖമായിട്ട് കിടന്നു ഉറങ്ങി. ആദർശിന് കോൺഫറൻസ് കോളിലേക്ക് എത്താൻ പറ്റിയില്ല. അതാ സംഭവിച്ചത്. ഇത് കേട്ടപ്പോ അവന്തി ചോദിച്ചു, അല്ല ഇനിയിപ്പോ ഇത് പ്രശ്നമാകുമോ? ആദർശിന് പ്രശ്നമാവും മോളെ. അനന്തമൂർത്തി ഇത് അങ്ങനെ കണ്ടും കെട്ടും വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അനന്തമൂർത്തിക്ക് ബിസിനസ് വേറെ, കുടുംബം വേറെ. ഉറപ്പായിട്ടും ആദർശിനെതിരെ നടപടി എടുക്കുമെന്ന് പറയാ. അല്ല, ആദർശേട്ടൻ മുത്തശ്ശന്റെ പെറ്റല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യുവോ? പിന്നെ ചെയ്യുവോന്നോ? മൂർത്തിയെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. ഉറപ്പായിട്ടും മൂർത്തി ഇതിന്റെ ശിക്ഷ കൊടുത്തിരിക്കും ആദർശിന്. കമ്പനിയിൽ നിന്ന് തന്നെ ചിലപ്പോ പുറത്താക്കും. എനിക്ക് നന്നായിട്ടറിയാം അനന്തമൂർത്തിയെ. കാരണം ഇനി അനന്തമൂർത്തി പഠിക്കും എവിടെയാണ് തനിക്ക് പിഴച്ചതെന്ന്. അവിടെ തൊട്ട് അനന്തമൂർത്തി ചികിത്സ തുടങ്ങും. അങ്ങനെ ജ്വല്ലറിയെ കരകയറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കും. അതാണ് മൂർത്തിയുടെ തിയറി. ഇത് ഞാൻ കുറെ കണ്ടിട്ടുള്ള, എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം മോളെ. ഇനി മോള് സന്തോഷിച്ചോ, നന്നായിട്ട് തന്നെ സന്തോഷിച്ചോ. സന്തോഷത്തോളം വകുപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പൊ അവരുടെ തകർച്ച നമ്മൾ കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് അജയന്റെ അടുത്തേക്ക് ജയൻ വരുവാണ്. ജയന്റെ മുഖത്തെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അജയൻ ചോദിച്ചു, എന്താ ജയേട്ടാന്ന് ചോദിച്ചു. അത് പിന്നെ നമുക്ക് ആ ഡീൽ ഉറപ്പിക്കാൻ പറ്റില്ലെന്ന് പറയണേ. ഡീൽ ഉറപ്പിക്കാൻ പറ്റിയില്ലേ? അതെ, ആ ഡീല് നമുക്ക് കിട്ടിയില്ല എന്ന് പറയണ. അല്ല, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ഇത് എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ആ കുര്യൻസ് ജ്വല്ലറിയുടെ കുര്യച്ചനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഈ ഡീൽ ഉറപ്പിക്കാൻ പറ്റിയാലും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ കിട്ടിയത് ആർക്കാന്നറിയോ? ജ്വല്ലറിക്കാർക്കാന്ന് പറയാ. അവരാണ് ഡീൽ ഉറപ്പിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം
അജയൻ ഞെട്ടിപ്പോയി. പിന്നീട് അജയൻ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു. അതാ എനിക്കറിയില്ലാത്ത. അല്ല, ആദർശനോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്താ ഏതാ സംഭവിച്ചെന്നൊക്കെയുള്ളേ. ഇപ്പോഴാണ്ടെ വന്നിടിവാണ് മൂർത്തി ജ്വല്ലറി എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലാഷ് ന്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ തകർച്ചയുടെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇത് ഒരിക്കലും അച്ഛന് സഹിക്കാൻ പറ്റില്ല. അല്ല, അച്ഛൻ ഇത് അറിഞ്ഞോ? അച്ഛൻ ആദ്യമേ തന്നെ ഇത് അറിഞ്ഞു കാണുമായിരിക്കും. അച്ഛന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഇനിയിപ്പോ ആദർശിനെതിരെ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയത്തില്ല അച്ഛന്. അല്ല, അച്ഛന്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ട് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, ഇത് വലിയ പ്രശ്നമാണല്ലോ എന്ന് പറയണം. അതെ, ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത്രയും കാലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മൾ ജൂലൈ തുടങ്ങി 2-3 വർഷത്തിനുള്ളിൽ നമ്മൾ ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഇപ്പൊ ആദ്യമായിട്ടാണ് ദുബായിലും ഇവിടെയൊക്കെ നമുക്ക് തകർച്ചകളൊക്കെ ഉണ്ടാകുന്നത്. ഇതിനെന്താ കാരണം, എന്താ ഏതാന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് നല്ല വിഷമമായി. അതേ സമയത്ത് അബിയെ ഡേവിഡ് വിളിക്കുകയാണ്. എൻ ജ്വല്ലറിയുടെ MD വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, അബി, നിനക്കൊരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയാണ്. സന്തോഷ വാർത്ത എന്താ സാർ? എൻ ജ്വല്ലറിക്കാര് ആ 5 വർഷത്തെ ഡീൽ ഉറപ്പിച്ചു അമേരിക്കൻ കമ്പനിക്കാരുമായിട്ടുള്ള. സത്യമാണ് സാർ. ഞാൻ എന്തിനാ അബിയോട് കള്ളത്തരം പറയണേ? മൂർത്തി ജ്വല്ലറിയുടെ ഷെയറൊക്കെ ഇടിഞ്ഞു താണു. ഇതേ ഫ്ലാഷ് ന്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി ചോദിച്ചു, അല്ല സാറ് മുമ്പേ പറഞ്ഞ പോലെ ഒന്നും അല്ലല്ലോ, ഇത് വിശ്വസിക്കാലോ അല്ലേ? ധൈര്യമായിട്ട് വിശ്വസിച്ചോ? അല്ല സാറേ, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. സാർ എന്തിനാ എന്നോട് ഇതൊക്കെ വിളിച്ചു പറയണേന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, അതെ, ഒന്നുമല്ലേലും നിന്റെ വൈഫ് ഇവിടെ പരസ്യത്തിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, നിന്നെ കൊണ്ട് എനിക്ക് ചില ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ മൂർത്തി ജ്വല്ലറിയിൽ പുറത്തായതും പിന്നെ ആ വീട്ടിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നന്നായിട്ടറിയാം. അതുകൊണ്ട് നിന്നെ ഞങ്ങളും കൂടെ ഏറ്റെടുക്കുക. കാരണം നിന്നെ കൊണ്ട് കുറെ പ്രയോജനങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. മൂർത്തി ജ്വല്ലറിയുടെ രഹസ്യ വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് ചോർത്തി തരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാ. അപ്പൊ അതിനെ നിന്നെ പോലുള്ള ഒരാൾ വേണം. അതുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അബി പറഞ്ഞു, എന്ത് വേളം ചെയ്യാൻ സാറേ, പക്ഷെ ഒരു കാര്യമുണ്ട്, മൂർത്തി ജ്വല്ലറിയുടെ തകർച്ച അതെനിക്ക് കാണണമെന്ന് പറയണം. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പൊ തന്നെ ഷെയറൊക്കെ ഇടിഞ്ഞതാണോ, ഇനിയിപ്പോ ഒരിക്കലും അവർക്ക് പെട്ടെന്ന് അങ്ങനെ കയറി വരാനായിട്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ആ വാർത്ത കേട്ടപ്പോ അബിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു. പിന്നീട് ജലജയോട് അബി പറഞ്ഞു, അമ്മേ, നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ പോവാന്ന് പറഞ്ഞു. മാറാനോ? എന്റെ അമ്മേ, ആ ഡീലുണ്ടല്ലോ, അത് എൻ ജ്വല്ലറിക്കാര് കൊണ്ടുപോയി. എൻ ജ്വല്ലറിക്കാരോ? സത്യമാണ്ടാ നീ പറയണേ? അതെ അമ്മേ, പക്ഷെ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിനു മുമ്പ് നീ പറഞ്ഞ എന്താ, ആ ദൃശ്യം ജയിലിലാന്നൊക്കെ പറഞ്ഞില്ലേ, എന്നിട്ട് എന്തേലും സംഭവിച്ചോ? അമ്മേ, അതുപോലെ അല്ല ഇത്. ഇതേ ഫ്ലാഷ് ന്യൂസ് ഒക്കെ വന്നു തുടങ്ങിയെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് കാണിക്കണം. ഇന്ന് നോക്ക്, മൂർത്തി ജ്വല്ലറിയുടെ വൻ ഇടിവെന്നൊക്കെ പറഞ്ഞൊരു കണ്ടില്ലേ? അത് കേട്ടപ്പം ജലജ പറഞ്ഞു, മോനെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആഘോഷിക്കണം എന്ന് പറയണം. ഇവിടെയുള്ളവരുടെ മുഖത്തെ സന്തോഷം കാണണമെന്ന് പറഞ്ഞു. അബി പറഞ്ഞു, കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെയുള്ളവരുടെ മുഖത്തെ സങ്കടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ സങ്കടം കാണുമ്പോഴാണ് നമുക്ക് സന്തോഷമാവുന്നത് എന്നൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.